അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് ഡാറ്റ ഫ്ലോനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് വൈസ് വീഡിയോ ആണ്. ഞാനിത് കുറെ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും എനിക്ക് കുറെ മെസ്സേജുകൾ വരുന്നുണ്ട്. ഈ ഒരു ഡാറ്റ ഫ്ലോ റിലേറ്റഡ് ആയിട്ടുള്ള കുറെ പേർക്ക് കുറെ ഡൗട്ടുകളാണ്. അപ്പൊ ഈ ഒരു വീഡിയോയിൽ അതെല്ലാം ക്ലിയർ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഡാറ്റ ഫ്ലോ എന്ന് പറയുന്നത് നമ്മുടെ ലൈസൻസിന്റെ ഫസ്റ്റ് ഘട്ടത്തിന്, അതായത് എലിജിബിലിറ്റി എന്ന ഒരു സംഭവം എടുക്കാനായിട്ട് നമുക്ക് ഡാറ്റ ഫ്ലോ എന്ന് പറയുന്ന സംഭവം ചെയ്യണം. അത് എല്ലാവരും ചെയ്യണം. വൺസ് നിങ്ങൾ എക്സാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ഡാറ്റ ഫ്ലോ. അല്ലെങ്കിൽ ബിഫോർ ആൾസോ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ എൻ്റെ ഒരു സജഷൻ എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാം പാസ് ആയതിനു ശേഷം ഡാറ്റ ഫ്ലോ സ്റ്റാർട്ട് ചെയ്യായിരിക്കും ഒന്നും കൂടി നല്ലത്. ഇൻ കേസ് എന്തെങ്കിലും ഫെയിലോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഡാറ്റ ഫ്ലോയ്ക്ക് അങ്ങനെ എക്സ്പയറി ഡേറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല. എന്നാലും നിങ്ങളുടെ ഒരു സേഫർ സോണിൽ നിങ്ങൾക്ക് ബെറ്റർ എക്സാം കഴിഞ്ഞതിന് ശേഷം ഡാറ്റ ഫ്ലോ സ്റ്റാർട്ട് ചെയ്യായിരിക്കും നല്ലത്. പിന്നെ ഈ ഡാറ്റ ഫ്ലോ ചെയ്യാനായിട്ടുള്ള ഡോക്യുമെന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത് നമ്മുടെ BLS സർട്ടിഫിക്കറ്റ്, ബേസിക് ലൈഫ് സപ്പോർട്ട്. അത് നിങ്ങൾ ഏതെങ്കിലും ഒരു അക്കാഡമിയിൽ എവിടെയെങ്കിലും ചേർന്ന് അമേരിക്കൻ ഹെർട്ട് അസോസിയേഷന്റെ അണ്ടറിലുള്ള സർട്ടിഫിക്കറ്റ് തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക. BLS വേണം, നമ്മുടെ ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് വേണം, നമ്മുടെ ട്രാൻസ്ക്രിപ്റ്റ് വേണം, നമ്മുടെ ഡിഗ്രി ഓർ ഡിപ്ലോമ രജിസ്ട്രേഷൻ കഴിഞ്ഞ സർട്ടിഫിക്കറ്റുകൾ വേണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത്, പിന്നെ നിങ്ങളുടെ എന്ത് വേണം, പാസ്പോർട്ട് കാര്യങ്ങൾ, ഫോട്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണം കേട്ടോ. അപ്പൊ ഇത്രയും മെയിൻ ആയിട്ടുള്ള ഡോക്യുമെന്റ്സ്, ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. അതിൽ കുറെ പേർക്ക് ഡൗട്ട് ഉണ്ട്. ഞാൻ കേരളത്തിലാണ് പഠിച്ചത്, അപ്പൊ എന്റെ രജിസ്ട്രേഷൻ കാര്യങ്ങളെല്ലാം കേരള യൂണിവേഴ്സിറ്റിയിലാണ്. ചിലർ പറയുന്നു ഞാൻ ഹൈദരാബാദിലാണ് പഠിച്ചത്, എന്റെ ഹൈദരാബാദിലാണ് യൂണിവേഴ്സിറ്റി. അങ്ങനെ ഏത് യൂണിവേഴ്സിറ്റിയിലാണോ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ഇഷ്യൂസും ഇല്ല. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ വൺസ് ഡാറ്റ ഫ്ലോ വെരിഫിക്കേഷന്റെ സമയത്ത് ആ ഒരു കോളേജ് അല്ലെങ്കിൽ ആ ഒരു യൂണിവേഴ്സിറ്റി വിളിച്ച് മീൻസ് റെസ്പോണ്ട് ആയിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഡോക്യുമെന്റ്സ് അവർ എൻക്വയറി നടത്തുമ്പോൾ അതൊരു ഞാൻ പറഞ്ഞ പോലെ തന്നെ INC അല്ലെങ്കിൽ സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിൽ ആയിട്ടുള്ള അക്രഡിറ്റേഷൻ ആയിട്ടുള്ളത് തന്നെ ആയിരിക്കണം. അതിൽ മാറ്റമൊന്നും ഉണ്ടാവരുത്. അതായത് ഇപ്പോൾ അക്രഡിറ്റേഷൻ ഇല്ലാത്ത, അപ്രൂവ്ഡ് അല്ലാത്ത കോളേജിലൊക്കെയാണ് പഠിച്ചെങ്കിൽ വെരിഫിക്കേഷൻ ചെയ്യണ സമയത്ത് അത് റിജക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുക, അംഗീകൃതമായിട്ടുള്ള കോളേജിൽ തന്നെ പഠിക്കുക. എന്നിട്ട് നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണോ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഇഷ്യൂസും ഇല്ല. പിന്നെ കുറെ പേർക്ക് ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കേരള രജിസ്ട്രേഷൻ ആണ് കഴിഞ്ഞിട്ടുള്ളത്. പക്ഷെ എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളത് പൂന അല്ലെങ്കിൽ ഡൽഹി അല്ലെങ്കിൽ മേ ബി ഹൈദരാബാദ്, ആ സ്ഥലങ്ങളിലൊക്കെയാണ് എനിക്ക് എക്സ്പീരിയൻസ്. അപ്പൊ അതൊരു ഇഷ്യൂ ആവുമോ ഡാറ്റ ഫ്ലോ ചെയ്യണ സമയത്ത്? എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വേറെ കൺട്രിയിലൊക്കെ വെക്കുകയാണെങ്കിൽ ഇഷ്യൂസ് ഉണ്ടാവുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ് അവർ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഒരു ഇഷ്യൂസും ഇല്ല. നിങ്ങൾ യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചതും നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾ വെക്കുന്നതും ഒരു ഇഷ്യൂസും കാര്യങ്ങളും ഒന്നുമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലാസ്റ്റ് 2 ഇയർ എക്സ്പീരിയൻസ് മിനിമം വെക്കണം എന്നാണ് പണ്ടുണ്ടായിരുന്നു. ഇപ്പൊ എക്സ്പീരിയൻസ് പോലും ഇല്ലാത്ത ഫ്രഷേഴ്സിനെ എടുക്കുന്നത്. പക്ഷെ നിങ്ങൾ പഠിച്ചിറങ്ങി കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു ലോങ് ടൈം ആണെങ്കിൽ, ഒരു 3 വർഷം, ഞാൻ പറഞ്ഞ പോലെ 3 വർഷം അല്ലെങ്കിൽ 3 വർഷത്തിൽ കൂടുതൽ അല്ലെങ്കിൽ 5 വർഷമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ അവിടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വയ്ക്കണം. അത് നിങ്ങൾ എവിടെയാണോ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് അത് ഇൻക്ലൂഡ്. ഒരു 6 മന്ത് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് അത് ഡാറ്റ ഫ്ലോയുടെ സമയത്ത് നിങ്ങൾക്ക് ആഡ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2 ഇയർ ഉണ്ടെങ്കിൽ വെരി ഗുഡ്, നിങ്ങൾക്ക് അത് മാത്രം വെച്ചിട്ട് ഡാറ്റ ഫ്ലോ ചെയ്യാം. അല്ല, നിങ്ങൾക്ക് ഇപ്പോൾ മോർ ദാൻ കുറെ സ്ഥലങ്ങളിൽ എക്സ്പീരിയൻസുകൾ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു 10 വർഷം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 6 വർഷമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വേറെ വേറെ സ്ഥലങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ സർട്ടിഫിക്കറ്റും നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഡാറ്റ ഫ്ലോയ്ക്ക് വേണ്ടിയിട്ട് കൊടുക്കാം. അപ്പൊ ഈച്ച് ഡോക്യുമെന്റ്സ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുമ്പോഴും ക്യാഷിന്റെ ഇത് ഇൻക്രീസ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഇപ്പൊ മിനിമം ചെയ്യാനായിട്ട് ഇത്ര എമൗണ്ട് ആണെങ്കിൽ നിങ്ങൾ ഓരോ സർട്ടിഫിക്കറ്റ് ആഡ് ആക്കുന്നതിനനുസരിച്ചിട്ട് എമൗണ്ട് കൂടും. അപ്പൊ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഏതാണ് വെക്കേണ്ടത് എന്നുള്ളത്. അപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു 2 ഇയറോ അല്ലെങ്കിൽ ഇപ്പൊ 2 സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് 1 ഇയർ അല്ലെങ്കിൽ 6 മന്ത് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒരു മിനിമം ഒരു 2 ഇയർ എക്സ്പീരിയൻസ് വെച്ചിട്ട് 2-3 സർട്ടിഫിക്കറ്റുകളാണ് ഉള്ളതെങ്കിൽ അതൊക്കെ വെച്ചിട്ട് ചെയ്യാം. അല്ല, നിങ്ങൾക്ക് മൊത്തം സർട്ടിഫിക്കറ്റ് വെക്കണമെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അതിന് ഇച്ചിരി കോസ്റ്റ് കൂടുതലായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ കുറെ പേര് ചോദിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് 1 ഇയർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ അതിന് മുന്നേ ഒരു 10 മന്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. അല്ലെങ്കിൽ അതിന് മുന്നേ എനിക്ക് 2 ഇയർ ഉണ്ട്, പിന്നെ ഒരു 6 മന്ത് ഗ്യാപ്പ് വന്നു, പിന്നെ വീണ്ടും ഇപ്പൊ വർക്ക് ചെയ്യുന്നു. അല്ലാണ്ട് ഇപ്പോൾ ഓൾറെഡി എക്സ്പീരിയൻസ് ഉണ്ട്, എനിക്കിപ്പോ റീസെന്റ് 6-7 മന്ത് ആയിട്ട് എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നുമില്ല. അതൊരു ഇഷ്യൂസ് വരുമോ ഡാറ്റ ഫ്ലോ ചെയ്യുന്ന സമയത്ത് എന്നുള്ളത്? ഒരിക്കലും ഇല്ല. നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ ഏത് എക്സ്പീരിയൻസ് ആണോ നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങൾ ഡാറ്റ ഫ്ലോയ്ക്ക് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പൊ നിങ്ങൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, ആ ഒരു എക്സ്പീരിയൻസ് ഉള്ള സ്ഥലത്ത് എൻക്വയറി പോവും, വെരിഫിക്കേഷൻ നടത്തും. എന്നിട്ട് അത് കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആണെങ്കിൽ
അങ്ങനെ അതിന്റെ വഴിക്ക് പോകും. അപ്പൊ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വെക്കുന്നത് നിങ്ങളുടെ ഒപ്പീനിയൻ അനുസരിച്ചിട്ടായിരിക്കും. നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഏത് വെക്കണം ഏത് വെക്കണ്ട എന്നുള്ളത്. പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കുക, 3 ഇയർ വരെയാണ് വിത്തൗട്ട് ഗ്യാപ്പിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യുന്നു പറഞ്ഞിട്ടുള്ളത്, ആസ് പെർ DH പറഞ്ഞിട്ടുള്ളത്. 3 ഇയർ വരെ നിങ്ങൾക്ക് ഇപ്പോൾ എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കോഴ്സ് മാത്രം കഴിഞ്ഞിട്ടാണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് മാത്രം വെച്ചിട്ട് ഇതാക്കാം. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. മോർ ദാൻ 3 ഇയർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അവിടെ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് മസ്റ്റ് ആയിട്ട് വെക്കണം. ആ 3 ഇയർ ആയിട്ട് നിങ്ങൾക്ക് മോർ ദാൻ 3 ഇയർ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അവിടെ വെക്കണം. ഇല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് മാത്രമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ റിജക്ഷൻ ഉറപ്പായിട്ടും ഡാറ്റ ഫ്ലോ വെരിഫിക്കേഷൻ ചെയ്യാൻ പറ്റില്ല. അത് റിജക്ഷൻ തന്നെ ആയിട്ടാണ് വരിക, റിജക്റ്റഡ് ആയിരിക്കും കേട്ടോ. പിന്നെ അപ് ടു 5 ഇയർ വരെ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, ഈ ഒരു ഇതാക്കാൻ പറ്റും. നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. 5 ഇയർ വരെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഒന്നുമില്ല, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം 5 ഇയർ വരെ ഗ്യാപ്പ് ആണെങ്കിൽ അവിടെ നിങ്ങൾ കോഴ്സോ കാര്യങ്ങളോ എക്സ്പീരിയൻസോ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡാറ്റ ഫ്ലോ ചെയ്യാനായിട്ട് പറ്റില്ല. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് എന്തെങ്കിലും അവിടെ സബ്മിറ്റ് ചെയ്തേ പറ്റുള്ളൂ ഡോക്യുമെന്റ്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ അതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡാറ്റ ഫ്ലോ ചെയ്യാനായിട്ട് പറ്റില്ല. വൺസ് ഡാറ്റ ഫ്ലോ ചെയ്തില്ലെങ്കിൽ നമുക്ക് എലിജിബിലിറ്റി എടുക്കാൻ പറ്റില്ല. അതായത് എലിജിബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് ലൈസൻസ് ആണ്. നിങ്ങളിവിടെ UAE വരാനിരിക്കുന്ന മസ്റ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യമാണ് ലൈസൻസ് എന്ന്. അപ്പൊ അത് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പൊ ഇത് നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും വെക്കണം. പിന്നെ എക്സ്പീരിയൻസിന്റെ കാര്യം ഇപ്പൊ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പിന്നെ കുറെ പേര് ചോദിച്ചിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എക്സ്പീരിയൻസ് ഇല്ലാണ്ട് ഇവിടെ കയറി വന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഡാറ്റ ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ, അതായത് നമുക്ക് ഇവിടെ വെച്ചിട്ട് ഓൺ ആയിട്ട് ചെയ്യാൻ പറ്റുമോ, എക്സാം എഴുതാൻ പറ്റുമോ എന്നുള്ളത്. അപ്പൊ നിങ്ങളിപ്പോ എക്സാം ഇല്ലാണ്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കെയർ ടേക്കർ അങ്ങനത്തെയുള്ള ഹോം കെയറിലുള്ള ജോലിയാണ് അവരെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ മസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ഹയർ സാലറി അല്ലെങ്കിൽ ബെറ്റർ ജോബ് വേണമെങ്കിൽ നിങ്ങൾ ലൈസൻസ് എടുക്കണം. അപ്പൊ നിങ്ങൾ എന്താക്കുക, ഡാറ്റ ഫ്ലോക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ എവിടെയാണോ പഠിച്ചത് കാര്യങ്ങൾ അതൊന്നും ഒരു ഇഷ്യൂസ് അല്ല. നിങ്ങളുടെ കയ്യിലുള്ള യൂണിവേഴ്സിറ്റിയിലുള്ള സർട്ടിഫിക്കറ്റും രജിസ്ട്രേഷൻ കഴിഞ്ഞ യൂണിവേഴ്സിറ്റിയുള്ള അംഗീകൃതമായിട്ടുള്ള യൂണിവേഴ്സിറ്റിയിലുള്ള സർട്ടിഫിക്കറ്റും പിന്നെ നിങ്ങളുടെ ഏത് എക്സ്പീരിയൻസ് ആണോ ലേറ്റസ്റ്റ് നിങ്ങൾ വെക്കാൻ ഉദ്ദേശിക്കണമെങ്കിൽ മിനിമം ഒരു 2 ഇയർ, മിനിമം ഒരു 2 ഇയർ വെക്കുകയാണ് ഏറ്റവും നല്ലത്. ആ 2 ഇയർ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. വൺസ് അത് പോസിറ്റീവ് റിപ്പോർട്ട് വന്നതിന് ശേഷം നിങ്ങൾ എക്സാം ഡേറ്റ് എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, എക്സാം എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പൊ അതിന്റെ ഓരോ ഗൈഡ് ലൈൻ ഉണ്ട്. ആദ്യം നമ്മൾ അസസ്മെന്റ് ടൂൾ കംപ്ലീറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഓൺ ആയിട്ട് ചെയ്യണമെങ്കിൽ കുറെ പേര് ചോദിച്ചായിരുന്നു ഡാറ്റ ഫ്ലോ എനിക്ക് ഓൺ ആയിട്ട് ചെയ്യാൻ പറ്റുമോ. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഓൺ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ പ്രോപ്പർ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഡോക്യുമെന്റ്സ് അതിൽ ചോദിച്ച പോലെ തന്നെ പ്രോപ്പറായിട്ട് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇല്ലെങ്കിൽ ഒരു റിജക്ഷൻ ഇടാനായിട്ട് ചാൻസ് കൂടുതലാണ്. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ ബെറ്റർ നിങ്ങൾ ഏതെങ്കിലും ഒരു അക്കാഡമിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെന്ററിൽ കൊടുത്ത് ചെയ്യായിരിക്കും ബെറ്റർ. എന്താ വെച്ചാൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ കുറെ ഡൗട്ടും കാര്യങ്ങളും ഉണ്ട്. ഞാൻ എൻ്റെ ഒരു അക്കാഡമിയിൽ കൊടുത്തിട്ടാണ് ഞാൻ ചെയ്തത്, ഞാൻ ഓണായിട്ട് ചെയ്യില്ല. പക്ഷെ നിങ്ങൾക്ക് ഓണായിട്ട് ചെയ്യാൻ പറ്റുമോ ചോദിച്ചാൽ ഉറപ്പായിട്ടും ചെയ്യാൻ വേണ്ടി പറ്റും. അതിൽ നമ്മൾ ഓരോരോ അസസ്മെന്റ് വരണം. ഫസ്റ്റ് സെൽഫ് അസസ്മെന്റ് ഉണ്ട്, അതിനുശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, അങ്ങനെ ഓരോന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെയൊക്കെ ഒറ്റയ്ക്ക് ചെയ്യാനായിട്ടുള്ള ലിങ്ക് കാര്യങ്ങൾ വേണമെങ്കിൽ എന്നെ ഫോളോ ചെയ്തിട്ട് ഡാറ്റ ഫ്ലോ ലിങ്ക് എന്ന് പറഞ്ഞ് കമന്റ് ഇട്ടാൽ മതി. ഞാൻ നിങ്ങൾക്ക് ആ ഓരോരോ സൈറ്റിലെ ലിങ്കുകൾ അയച്ചു തരാം. നിങ്ങൾക്ക് ആ ലിങ്ക് ഓപ്പൺ ചെയ്തിട്ട് അതിൽ ചോദിക്കുന്ന പോലെ കാര്യങ്ങളെല്ലാം ചെയ്യാം. വൺസ് സെൽഫ് അസസ്മെന്റ് കഴിഞ്ഞതിന് ശേഷം അടുത്ത ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, പിന്നെ അടുത്തത് എന്ത് ചെയ്യുക, ഡാറ്റ ഫ്ലോ വെരിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ, പേയ്മെന്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഓൺലൈനിൽ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഓൺ സെൽഫായിട്ട് ചെയ്യണമെങ്കിൽ എന്നെ ഫോളോ ചെയ്തിട്ട് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നില്ലെങ്കിൽ ഡാറ്റ ഫ്ലോ ലിങ്കുകൾ എന്ന് പറഞ്ഞിട്ട് അയച്ചാൽ മതി. ഞാൻ നിങ്ങൾക്ക് DM ചെയ്യാം കേട്ടോ ആ ലിങ്കുകളും കാര്യങ്ങളും. അല്ലാണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഡാറ്റ ഫ്ലോനെ കുറിച്ചിട്ട് ഡൗട്ടോ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ എന്ത് റിലേറ്റഡ് ഡാറ്റ ഫ്ലോ ചെയ്യാനുള്ള ഡൗട്ടുകാർ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഡാറ്റ ഫ്ലോ കമ്പനിയിൽ വിളിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിന്റെ മെയിൽ ID അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മെയിൽ ത്രൂ അയക്കാൻ വേണ്ടിയിട്ട് പറ്റും. അവരോട് ചോദിക്കാൻ നിങ്ങളുടെ കൺസേൺ എന്താണെന്നുള്ളത്. അല്ലെങ്കിൽ അവരുടെ സൈറ്റ് ഉണ്ട്, ആ സൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, അതിൽ ഓരോ കാര്യങ്ങളും ഉണ്ട്. പിന്നെ അതിലുപോലെ തന്നെ ഹെൽപ്പ് ആൾസോ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഹെൽപ്പിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിലെ നമ്പറുകളോ അല്ലെങ്കിൽ അതിലെ ഈ മെസ്സേജ് നമുക്ക് ഡയറക്റ്റ് മെസ്സേജിലേക്കും പോകാം. അങ്ങനെ ഇതിലേക്ക് പോയിട്ട് നിങ്ങൾക്ക് അങ്ങനെയും എൻക്വയറി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ വൺസ് അവരെ വിളിച്ചപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ അവരെ വിളിച്ചപ്പോൾ അവർ പറയുന്നത് നിങ്ങൾ DHAയിൽ ചോദിക്കുക, ആസ് പെർ ദ DHA അല്ലെങ്കിൽ ആസ് പെർ ദ MOH അല്ലെങ്കിൽ ആസ് പെർ ദ DOH അവരുടെ അതോറിറ്റിക്ക് അനുസരിച്ചിട്ടാണ് ഇതാക്കുന്നത്. അവർക്ക് പ്രത്യേകിച്ച് ഡാറ്റ ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഒരു മാനദണ്ഡങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ DHAയിൽ വിളിച്ചപ്പോൾ DHA പറയുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ
ഇങ്ങനെയൊക്കെ, അതായത് 3 ഇയർ വരെ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, നിങ്ങളുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് വെച്ച് ഡാറ്റ ഫ്ലോ ചെയ്യാം. മോർ ദാൻ 3 ഇയർ ആണെങ്കിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കോഴ്സ് കംപ്ലീറ്റഡ് സർട്ടിഫിക്കറ്റ്, CMA ഹൗസ് അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങൾക്ക് പ്രൂഫ് സബ്മിറ്റ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അല്ലെങ്കിൽ 5 ഇയർ ആണെങ്കിൽ 5 ഇയർ നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ളത് ഓൾറെഡി DHA വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് അറിയണമെങ്കിൽ അപ്പോൾ അവരുടെ സൈറ്റോ അല്ലെങ്കിൽ അവരുടെ മെയിൽ ID വേണമെങ്കിൽ എന്നെ ഫോളോ ചെയ്തിട്ട് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സൈറ്റ് മെയിൽ ID എന്ന് പറഞ്ഞിട്ട് കമന്റ് ഇട്ടാൽ മതി. അപ്പൊ ഞാൻ ഡാറ്റ ഫ്ലോയുടെ മെയിൽ IDയും സൈറ്റും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെൻഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഡയറക്റ്റ് അവരെ ചോദിച്ചിട്ട് അന്വേഷിച്ച് നിങ്ങൾക്ക് ഓൺ ആയിട്ട് തന്നെ ഒരു ഐഡിയയും കാര്യങ്ങളും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ദുബായിൽ. അപ്പൊ ഞാൻ ഡിസ്റ്റന്റ് ആയിട്ട് പോസ്റ്റ് BSc കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ അങ്ങനെ പോസ്റ്റ് BSc ഹയർ ആയിട്ട് ചെയ്തു, പോസ്റ്റ് BSc അല്ലെങ്കിൽ MSc കംപ്ലീറ്റ് ആയി. അപ്പൊ ഞാൻ വീണ്ടും ഡാറ്റ ഫ്ലോ ചെയ്യണം, ഉറപ്പായിട്ടും ചെയ്യണം. അപ്പൊ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, ഇപ്പൊ റീസെന്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വെക്കണോ? അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് വെക്കണമെങ്കിൽ വെക്കാം ഇൻക്ലൂഡ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വെക്കാതിരിക്കുകയും ചെയ്യാം. വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്, വെരി ഗുഡ് ആണ്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പോസ്റ്റ് BSc പഠിച്ചു കഴിഞ്ഞിട്ടുള്ള രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുള്ള സർട്ടിഫിക്കറ്റും കൂടി ആഡ് ആക്കിയിട്ട്, അപ്പോൾ കുറെ പേര് ചോദിച്ചു അതിന് 2 ഇയർ എക്സ്പീരിയൻസ് വേണോ? ഇല്ല, വേണ്ട, അതിന്റെ 2 ഇയർ എക്സ്പീരിയൻസ് വേണ്ട. നിങ്ങളുടെ നിലവിലുള്ള ഡാറ്റ ഫ്ലോ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അത് നിലവിലുള്ള ഡാറ്റ ഫ്ലോയിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ പുതിയതായിട്ട് വീണ്ടും ഡാറ്റ ഫ്ലോ ചെയ്യണം. അപ്പൊ ആ സമയത്ത് നമ്മൾ എന്താക്കണം, ഇപ്പൊ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്തു, അപ്പൊ നിങ്ങൾ ആ പോസ്റ്റ് BSc രജിസ്ട്രേഷൻ കഴിഞ്ഞ സർട്ടിഫിക്കറ്റ് പ്ലസ് നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ആക്കാം. റീസെന്റിലുള്ളത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ ദുബായിൽ ഇപ്പൊ നിങ്ങൾക്ക് മോർ ദാൻ 2 or 3 ഇയർ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങളുടെ പോസ്റ്റ് BSc രജിസ്ട്രേഷൻ കഴിഞ്ഞ സർട്ടിഫിക്കറ്റ് മാത്രം വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഡാറ്റ ഫ്ലോക്ക് കൊടുക്കുക. വൺസ് ഡാറ്റ ഫ്ലോ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ഉറപ്പായിട്ട് നിങ്ങൾ എക്സാം എഴുതണം. DHA അല്ലെങ്കിൽ DOH or MOH എവിടെയാണോ, ഏത് അതോറിറ്റിയുടെ അണ്ടറിലാണോ നിങ്ങൾ, അപ്പൊ അപ്ഗ്രേഡ് ആയല്ലോ. നിങ്ങൾ GNM നിങ്ങൾ ഇപ്പൊ BSc മാറിയല്ലോ. അപ്പൊ ഉറപ്പായിട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, എക്സാം എഴുതണം. അപ്പൊ നിങ്ങൾ വീണ്ടും DHA, ഇപ്പൊ എക്സാം എന്ന് പറയാം DHA ആണെങ്കിൽ നിങ്ങൾ വീണ്ടും DHAക്ക് ഡേറ്റ് എടുക്കണം. ഡേറ്റ് എടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, രജിസ്റ്റേർഡ് നേഴ്സിന്റെ എന്ത് ചെയ്യുക, സെയിം തന്നെയായിരിക്കും. അപ്പൊ രജിസ്റ്റേർഡ് നേഴ്സിന്റെ DHA എക്സാം എഴുതുക. അപ്പൊ നിങ്ങളുടെ ലൈസൻസിൽ രജിസ്റ്റേർഡ് നേഴ്സ് ആവും. അപ്പൊ ആ ഒരു അസിസ്റ്റന്റ് എന്ന് മാറിയിട്ട് രജിസ്റ്റേർഡ് നേഴ്സ് എന്നുള്ളൊരു കാറ്റഗറിയിലേക്ക് മാറും. എന്നാൽ മാത്രം ഇവിടെ അപ്ഗ്രേഡ് ആയിട്ട് നിങ്ങൾക്ക് സാലറി കാര്യങ്ങൾ എല്ലാ അലവൻസും നിങ്ങൾക്ക് കിട്ടുള്ളൂ. അല്ല നിങ്ങൾ സെയിം ആയ ഒരു DHA ലൈസൻസിൽ നിങ്ങൾ പോസ്റ്റ് BSc ഒക്കെ എടുത്തു, ഒന്നും എക്സാമും കാര്യങ്ങളൊന്നും എഴുതിയില്ലെങ്കിൽ അവരിപ്പോഴും നിങ്ങൾ അസിസ്റ്റന്റ് ആയിട്ട് തന്നെ ആസ് പെർ നിങ്ങളുടെ ലൈസൻസിൽ എന്താണോ അതാണ് ഇവിടെ കൺസിഡർ ചെയ്യുള്ളൂ. അതിനനുസരിച്ചിട്ട് സാലറിയും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പൊ വൺസ് നിങ്ങൾ പോസ്റ്റ് BSc ഡിസ്റ്റന്റ് ആയി കഴിഞ്ഞാലും ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊന്നും ഇപ്പൊ അംഗീകരിക്കുന്നില്ല. നിലവിൽ അവര് ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ അംഗീകരിക്കുന്നില്ല, അവർ ഹോൾഡ് ഓൺ ചെയ്ത് വെച്ചേക്കുവാണ്. ഭാവിയിൽ എന്താവുന്നുള്ളത് അറിയില്ല. പക്ഷെ പ്രൈവറ്റ് കാര്യങ്ങളിലൊക്കെ അവർ എന്ത് ചെയ്യുന്നുണ്ട്, അവർ അംഗീകരിക്കുന്നുണ്ട്, ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ അംഗീകരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വൺസ് ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ റെഗുലർ എന്താണോ നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, വീണ്ടും ഡാറ്റ ഫ്ലോ ചെയ്യുക. ഡാറ്റ ഫ്ലോ കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ബിഫോറും നിങ്ങൾ എക്സാം കഴിഞ്ഞിട്ട് ഡാറ്റ ഫ്ലോ ചെയ്യുക. അത് അപ് ടു നിങ്ങളാണ്. എന്നിട്ട് എന്ത് ചെയ്യുക, എക്സാം ഡേറ്റ് എക്സാം എഴുതിയിട്ട് എന്താക്കാം, രജിസ്റ്റർ നേഴ്സിലേക്ക് കൺവേർട്ട് ആവുക കേട്ടോ. അങ്ങനെ ചെയ്യുക. അപ്പൊ ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ എന്ത് ചെയ്യുക, പോസ്റ്റ് BSc രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ മതി. വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടുവാണെങ്കിൽ അത് നിങ്ങൾക്ക് ആഡ് ആക്കിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതായിരുന്നു കുറെ പേരുടെ ഡൗട്ട്. പോസ്റ്റ് BSc കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ MSc കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വീണ്ടും എന്ത് ചെയ്യണം, ഡാറ്റ ഫ്ലോ ചെയ്യണോ, അതിൽ എന്ത് ചെയ്യണം, സർട്ടിഫിക്കറ്റ് വെക്കണോ, റീസെന്റ് വെക്കണോ എന്നൊക്കെ പറഞ്ഞു ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആസ് പെർ ദ DHA ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വെക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, നിങ്ങളുടെ രജിസ്ട്രേഷൻ മാത്രം വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. മുന്നേ പോസ്റ്റ് BSc കഴിഞ്ഞവർക്ക് മിനിമം 2 ഇയർ എക്സ്പീരിയൻസ് വെക്കണം എന്നുണ്ട്. പക്ഷെ ഇപ്പോൾ വേണ്ട, നമുക്ക് അത് മാത്രം വെച്ചിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിലോ ഉറപ്പായിട്ട് എനിക്ക് മെസ്സേജ് അയക്കണം. ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് റിപ്ലൈ തരാം കേട്ടോ. പിന്നെ കുറെ പേരുടെ ഡാറ്റ ഫ്ലോ റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ടുകളും കാര്യങ്ങളും പിന്നെ കുറെ പേര് കുറെ ഡൗട്ടുകൾ വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാനത് എന്ത് ചെയ്യാം, ഷോർട്ടിലാക്കി ഇട്ടിട്ട് വീഡിയോസ് ആയിട്ട് ഇടാം കേട്ടോ, നിങ്ങളുടെ ക്വസ്റ്റ്യന്റെ ആൻസറുകൾ എന്നുള്ളത് പറയുന്നത്. അപ്പോൾ ഇതുപോലത്തെ നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലോ ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് എനിക്ക് കമന്റ് ചെയ്യാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.